പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് ക്ഷീര കർഷകരൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ചതോടുകൂടി ഈ പ്രതിസന്ധി ഇരട്ടിയായി മാറിയിരിക്കുകയാണ്. കാലിത്തീറ്റയുടെ വിലവർധനയും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ വൈകുന്നതുമാണ് പ്രതിസന്ധി കൂട്ടിയിരിക്കുന്നത് എന്ന് കർഷകർ പറയുന്നു. പല ക്ഷീര കർഷകരും മേഖലയിൽ നിന്ന് തന്നെ പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ക്ഷീരമേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴാണ് പല കർഷകരും പിന്മാറാൻ ഒരുങ്ങുന്നത്. കൃത്യമായ ലാഭം ലഭിക്കാത്തതും ചിലവ് വർദ്ധിച്ചതുമാണ് ക്ഷീരകർഷകരെ ദുരിതത്തിലാക്കുന്നത്. പാലിന് വരെ ഇതുപോലെ വിലയാ, എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾക്ക് ജീവിക്കാൻ പടാപ്പാട് വിടുന്ന വ്യക്തികളാണ്. വലിയ അധ്വാനമുള്ള ജോലിയാണിത്. നല്ല ശ്രദ്ധയും വേണം. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും പണവും ക്ഷീരകർഷകർക്ക് ചെലവഴിക്കണം. എന്നാൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും പ്രതിഫലം വളരെ തുച്ഛമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 10% പാല് കുറഞ്ഞുപോയി. അതായത് 10% കർഷകർ വിട്ടുപോയി എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഇക്കൊല്ലത്തെ കണക്കെടുത്തപ്പോൾ 14% കർഷകർ പോയെന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഈ ബ്ലോക്ക് ഇതിൽ നിന്ന് ആൾക്കാർ എന്തുകൊണ്ട് പിന്മാറുന്നു, അതിനെപ്പറ്റി പഠിക്കാൻ ഒരു സമിതിയെ വെക്കുകയോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പിന്മാറുന്നു, അപ്പൊ ഈ മേഖല ലാഭകരമല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പശുവിന് കൊടുക്കുന്ന കാലിത്തീറ്റ മുതൽ പുല്ലിന് വരെ വില വർദ്ധിച്ചു. ചികിത്സയ്ക്കും മറ്റുമായി വേറെയും തുക കണ്ടെത്തണം. എന്നാൽ ഒരു പശുവിൽ നിന്നും പ്രതിദിനം ലഭിക്കുന്ന ലാഭമാകട്ടെ 150 രൂപ മുതൽ 200 രൂപ വരെ മാത്രം. ഇതുകൊണ്ട് യാതൊരു ലാഭവും ഇല്ല. കാലിത്തീറ്റയ്ക്ക് വില കൂടുതൽ. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് ഇൻസെന്റീവ് തന്നിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് തരണത്, ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതിയാവുള്ളൂ. പിന്നെ ഓക്കയ്ക്ക് വില കുറയ്ക്കണം. ഈ ഇത്രയും വലിയ വിലയിൽ ഞങ്ങൾക്ക് പാലിന് അതിനനുസരിച്ചുള്ള തുക കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇൻസെന്റീവ് കൂട്ടി തരണം. കാലിത്തീറ്റയുടെ വില കുറയ്ക്കുകയും ചെയ്യണം. പ്രതിസന്ധി രൂക്ഷമായിട്ടും സർക്കാർ സഹായങ്ങൾ ഇപ്പോഴും അകലെയാണ്. സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അടക്കം നല്ല രീതിയിൽ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇൻസെന്റീവുകളും സബ്സിഡികളും കൃത്യമായി ലഭിച്ചാൽ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് ക്ഷീരകർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. ക്യാമറ പേഴ്സൺ ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. പശു വളർത്തൽ ലാഭകരമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഘടകമാണ് പാൽ ഉൽപാദനത്തിൻ്റെ ചെലവ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ചെലവ് താങ്ങാനാകാത്തതിനാൽ ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയ ചെറുകിട കർഷകർ നിരവധിയാണ്. ചെലവേറിയ കാലിത്തീറ്റയെ ആശ്രയിച്ചുള്ള പശുപരിപാലനമാണ് പ്രതിസന്ധി കൂട്ടുന്നത് എന്ന് കർഷകർ പറയുന്നു. എന്താണ് ഈ വിഷയത്തിൽ കർഷകർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം പ്രതികരണങ്ങളിലേക്ക്. 40 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആകെപ്പാടെ കുഴഞ്ഞിട്ട് ഇപ്പോൾ പരിപാടി നിർത്താൻ പോവുക. ഉണ്ടായ സ്ഥലവും കൂടെ വിറ്റ് പശു വളർത്തി. ഈ ചാണകം ആർക്കും വേണ്ട. പാല് കൊടുത്ത വിലയില്ല. ഓക്കയ്ക്ക് ഭയങ്കര വില. ഇപ്പം രക്ഷയില്ല ആകപ്പാട്. ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ട രക്ഷമാണ് കാണുന്നത്. ഓക്കയ്ക്ക് ഭയങ്കര വില. പാലിന് വില കുറവ് കിട്ടുന്നത്, ചെലവ് കൂടുതലാ. ഇപ്പൊ ഞങ്ങളിത് ഈ കച്ചിയും 450 രൂപ ഒരു കെട്ട് കച്ചിക്ക് ഇവിടെ വരണമെങ്കിൽ 450 രൂപയും കൊടുത്ത് വെള്ളം ഇപ്പം പറ്റുക. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ഒരു ജാറ് വെള്ളം അടിക്കുന്നതിന് 1000 രൂപ കൊടുക്കണം. അങ്ങനെ വളർത്തിട്ട് ഞങ്ങൾക്ക് എന്നാ കിട്ടാനത്? ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇൻസെന്റീവ് കിട്ടണം. അല്ല ഒരു ഭാഗവും ഇല്ല. ഞങ്ങൾ ഇവിടെ കൊണ്ട് പരിപാടി നിർത്താൻ പോവാണ്. ഒരു 10-12 പശു ഉണ്ടായിരുന്ന വീടാണ്. ഇപ്പം 2 പശുവേ ഉള്ളൂ. ഞാൻ വിദേശത്തെ ജോലി നിർത്തിയിട്ട് ഇപ്പം ഇവിടെ വന്ന് ഇത് തുടങ്ങാൻ, ഫാം തുടങ്ങാനുള്ള പരിപാടി. പക്ഷെ ഈ കണക്കാണെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റില്ല. മന്ത്രി ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമസഭയിൽ. പക്ഷെ ഇത് കിട്ടിയിട്ടില്ല. ഒരു തവണയാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഈ രീതിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർഷികത്തില് ക്ഷീരകർഷകരാരും നടത്തത്തില്ല. ഓക്കയ്ക്ക് വില കൂടുതലാണ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. വലിയ ലാഭമൊന്നുമില്ല.